ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ചെന്നൈ സൂപ്പർ കിങ്സ് കാര്യമായ രൂപത്തിലുള്ള അഴിച്ചുപണികൾ നടത്തും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇപ്പോൾ പ്രമുഖ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ജേർണലിസ്റ്റായ പ്രബുദ്ധ ഭട്ടാചാർജിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ആകെ 16 താരങ്ങളെ നിലനിർത്തും എന്നാണ് ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ആകെ 89 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. ഏകദേശം 36 കോടി രൂപയോളമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ബാലൻസ് ആയിക്കൊണ്ട് വരിക. ആ തുകയായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. കൂടാതെ അഡീഷണൽ ആയിക്കൊണ്ട് 5 കോടി രൂപയും CSK ഉണ്ടാകും. 9 ഓപ്പൺ സ്ലോട്ടുകളും 3 വിദേശ സ്ലോട്ടുകളുമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അങ്ങനെ 12 താരങ്ങളെ എത്തിക്കാൻ ചെന്നൈക്ക് കഴിയും. ഇനി അവരുടെ ലക്ഷ്യമായിക്കൊണ്ട് വരുന്നത് ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ, അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു വിദേശ പേസർ, അതുപോലെ തന്നെ ഒരു ലോങ് ടേം വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നിവരൊക്കെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അവർ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ക്യാപ്റ്റനായ രുദ്രാജ് ഗൈക്വാദ്, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, MS ധോണി, പതിരാന, നൂർ അഹമ്മദ്, ശിവം ദൂബെ, നദാൻ എല്ലിസ്, ഡിവാൾഡ് ബ്രവിസ്, രചിൻ രവീന്ദ്ര, ആയുഷ് മാത്ര, ഉർവിൽ പട്ടേൽ, ആന്ദ്രെ സിദ്ധാർത്ഥ്, ഖലീൽ അഹമ്മദ്, മുകേഷ് ചൗധരി, അൻഷുൽ കമ്പോജ്, ഷെയ്ഖ് റഷീദ്. ഈ താരങ്ങളെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്താൻ സാധ്യത എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സാം കറൻ, ഡിവോൺ കോൺവേ എന്നിവരെ അവർ റിലീസ് ചെയ്തേക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഏതായാലും ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഇത്രയും വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അവർ വരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ സഞ്ജു സാംസണിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.